രാഹുൽ ഗാന്ധി കേരളം ആസ്വദിക്കുകയാണ്. കേരളത്തിൽ നിന്ന് വിട്ടുപോകാൻ ആ മനുഷ്യന് മനസ്സു വരുന്നില്ല. അതുകൊണ്ടാണല്ലോ പ്രിയങ്ക ഗാന്ധിയെ രാഹുൽ വയനാട് ഏൽപ്പിച്ചത്. ഇപ്പോഴിതാ വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധി പങ്കുവച്ച ഒരു വീഡിയോ ആണ് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിക്കായി പ്രചരണത്തിന് എത്തിയപ്പോൾ വയനാട്ടിലെ സിപ്പ് ലൈനിൽ കയറിയ വീഡിയോയാണ് രാഹുൽ ഗാന്ധി യൂട്യൂബിൽ പങ്കുവച്ചത്. കാരാപ്പുഴയിലെ അഡ്വഞ്ചർ പാർക്കിലെ സിപ്പ് ലൈനിലാണ് രാഹുൽ കയറിയത്. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സിപ്പ് ലൈൻ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാണ് രാഹുൽ വീഡിയോ പങ്കുവച്ചത്. വയനാട്ടിലെ ടൂറിസത്തെക്കുറിച്ചും ആളുകളുടെ പോരാട്ടത്തെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറഞ്ഞു. വയനാടിനെ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥലമാക്കി മാറ്റാനുള്ള ദൗത്യത്തിനാണ് താനും പ്രിയങ്കയുമെന്ന് രാഹുൽ എടുത്തു പറഞ്ഞു. വയനാട്ടിൽ പ്രിയങ്കയുടെ പ്രചരണ വേളയിൽ ശരിക്കും പ്രചോദനമാകുന്ന ചില നാട്ടുകാരുമായി സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. സമീപകാല വെല്ലുവിളികൾക്കിടയിലും അവർ തളരുന്നില്ല. വയനാട് എന്നത്തെയും പോലെ അതിശയകരവും സുരക്ഷിതവുമാണെന്ന് സന്ദർശകരെ കാണിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തുന്നുണ്ടെന്നും താൻ സിപ്പ് ലൈൻ സ്വയം പരീക്ഷിച്ചുവെന്നും ഓരോ നിമിഷവും താൻ ആസ്വദിച്ചെന്നും വീഡിയോയ്ക്കൊപ്പം പങ്കുവച്ച കുറിപ്പിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. വയനാട്ടിൽ ഈ അടുത്ത് സംഭവിച്ച ഉരുൾപൊട്ടൽ വിനോദസഞ്ചാരത്തെ ബാധിച്ചുവെന്നും ഉപജീവന മാർഗം ശരിക്കും ദുരിതത്തിലാണെന്നും കടയുടമകൾ മുതൽ ഹോം സ്റ്റേ ഉടമകളും അഡ്വഞ്ചർ പാർക്ക് ടീമും വരെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഠിന പരിശ്രമം നടത്തുകയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അവരുടെ കഥ കേട്ടപ്പോൾ അവരുടെ പോരാട്ടങ്ങളിൽ ഉത്കണ്ഠ തോന്നിയെന്നും അവരുടെ സഹിഷ്ണുത കണ്ടപ്പോൾ അപാരമായ ആരാധന തോന്നിയെന്നും രാഹുൽ വളരെ വിഷമത്തോടെ കുറിച്ചു. ഇത് തനിക്ക് രാഷ്ട്രീയത്തെക്കാൾ അപ്പുറമാണെന്നും വയനാട്ടിലെ ജനങ്ങൾ ശരിക്കും തന്റെ ഹൃദയത്തിൽ ഇടം നേടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വയനാടിനെ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥലമാക്കി മാറ്റുക എന്ന ദൗത്യവുമായി ഞാനും പ്രിയങ്കയും ഇത് ഏറ്റെടുത്തു. വയനാട് ഇന്ത്യയിലെ ഏറ്റവും മികച്ചത് ഉൾക്കൊള്ളുന്നുവെന്നും പ്രകൃതി ദൃശ്യങ്ങൾ, ഊർജ്ജസ്വലമായ സംസ്കാരം, സമാനതകളില്ലാത്ത പ്രതിരോധം, നമുക്ക് നമ്മുടെ രാജ്യത്തിനുള്ളിലെ മാന്ത്രിക വിദ്യ വീണ്ടും കണ്ടെത്താം. ഇന്ത്യ എന്താണ് വാഗ്ദാനം ചെയ്യുന്നതെന്ന് ലോകത്തെ കാണിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ഐ ലവ് വയനാട് എന്നെഴുതിയ ടീഷർട്ടാണ് രാഹുൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ധരിച്ചത്. ഏതായാലും നാടിളക്കിയ പ്രചരണത്തിന് ശേഷം വയനാടും ചേലക്കരയും ഇന്ന് വിധിയെഴുതുകയാണ്. രണ്ടിടത്തും വോട്ടെടുപ്പിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം കൃത്യസമയത്ത് തന്നെയാണ് പൂർത്തിയായത്. രാവിലെ 6 മണിയോടെ തന്നെ മോക്ക് പോളിംഗ് നടന്നു. കൃത്യം 7 മണി മുതൽ വോട്ടർമാർ വോട്ട് ചെയ്തു തുടങ്ങി. വൈകിട്ട് 6 മണിക്ക് പോളിംഗ് അവസാനിക്കുമെങ്കിലും വരിയിൽ ആളുണ്ടെങ്കിൽ അവർക്ക് ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ അനുവദിക്കും. ചേലക്കര നിയോജക മണ്ഡലത്തിൽ 6ഉം വയനാട്ടിൽ 16 മത്സരാർത്ഥികളാണ് ജനവിധി തേടുന്നത്. രാഹുൽ ഗാന്ധി രാജിവെച്ചതിനെ തുടർന്ന് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലം ഉപതിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നു. LDFിൽ നിന്നും മുൻ MLA സത്യൻ മൊകേരി, NDAയിൽ നിന്നും നവ്യ ഹരിദാസ് എന്നിവരാണ് മറ്റു പ്രധാന സ്ഥാനാർത്ഥികൾ. ശേഷിക്കുന്ന മത്സരാർത്ഥികളിൽ പലരും കേരളത്തിന് പുറത്തു നിന്നുള്ളവരാണ്. ഉറച്ച കോട്ടയായ ചേലക്കര UR പ്രദീപിലൂടെ പിടിച്ചെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് LDF. മറുപക്ഷത്താവട്ടെ ചിട്ടയോടെ നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണ് UDFന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. തൊട്ടുമുൻപ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടുവെങ്കിലും ചേലക്കര പിടിച്ചെടുക്കാൻ രമ്യ ഹരിദാസിന് കഴിയുമെന്ന് UDF വിലയിരുത്തുന്നു. K ബാലകൃഷ്ണനാണ് BJPയുടെ സ്ഥാനാർത്ഥി.